കോർണറിലായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ ലാസ്റ്റ് ഇയർ. മിഠായി തെരീഫാണ് ഗായ്സ്. അത് വീണുണ്ട്, പക്ഷെ ഞാൻ തന്നെ വേണം എല്ലാത്തിനും. സോ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ തീർന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം കാരണം എന്താണെന്നുള്ളത്. എന്നെ കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം. ഈ വീഡിയോ റീച്ച് ആകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 6-7 മാസമായി, 6-7 മാസം, ഒരു 1 ഇയർ അടുപ്പിച്ച് ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളും ഒന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എന്തായി തീരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഐഡിയയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും ഇന്ന് പരിപാടി വേറൊന്നുമില്ല. ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്നുള്ളതിനുള്ള റീസൺ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്കറിയാം. കാരണം ഞാൻ നീറ്റ് എക്സാമിൻ്റെ പുറകെ ആയിരുന്നു. സോ ആ എക്സാമിന് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഉള്ള പെടാപ്പാടായിരുന്നു. അത് പറ്റില്ല എന്നുള്ള കാര്യം വഴിയെ ഞാൻ അറിയാൻ താമസിച്ചു. പക്ഷേ കുഴപ്പമില്ലാണ്ടൊക്കെ ഈ വർഷവും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ദെൻ കുഴപ്പമില്ലാണ്ടൊക്കെ പോയി. കുഴപ്പമില്ല, എക്സാം കുഴപ്പമില്ലായിരുന്നല്ല, പൊതുവേ നല്ല ടഫായിരുന്നു. ബട്ട് നോക്കാം എന്തായി തീരുമെന്നൊക്കെ. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ഞാൻ എൻ്റെ 2.5 വർഷം, ഓക്കെ, 1 വർഷം ഞാൻ വേറെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ PG നിന്നാണ് പഠിച്ചത്. കോഴിക്കോട് തന്നെ ആയിരുന്നു. സോ ഈ വർഷം ഞാൻ ഒരു 2.5 വർഷത്തോളം ഞാൻ നിന്ന എൻ്റെ അപ്പാർട്ട്മെൻറ്റ്, സോ എൻ്റെ നീറ്റ് പരിപാടി എല്ലാം തീർന്നു. സോ ഞാൻ നിന്ന ആ അപ്പാർട്ട്മെൻറ്റ് അവിടെ നിന്ന് ഞാനൊന്ന് പാക്കപ്പ് ചെയ്യാണ്, അതായത് കോഴിക്കോട് വിടാൻ പോവുകയാണ് ഗൈസ്. സോ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, ഒരു ഓർമ്മ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇമോഷണൽ അല്ലെങ്കിൽ ട്രാജിക് എല്ലാ മൊമെൻറ്റ്സും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നീറ്റ് എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും അറിയാം, ഓൾമോസ്റ്റ് ഭയങ്കര രീതിയിലുള്ള എന്താ പറയുക സ്ട്രഗിൾസും കഷ്ടപ്പാടും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അങ്ങനെ ഉള്ള ഒരുപാട് ഇമോഷൻസും കണക്ഷൻസും എല്ലാം കൂടി ഉള്ള ഒരു വർഷങ്ങളായിരുന്നു എൻ്റെ ലൈഫിൽ. ഈ ഒരു 3-3.5 വർഷത്തോളം കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. സോ ആ ഇമോഷനിലൊരു 90-80% ഇമോഷൻസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഈ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കോഴിക്കോട് നമ്മുടെ സൈലത്തിനടുത്ത് തന്നെ ആയിരുന്നു, എരഞ്ഞിപ്പാലത്ത് തന്നെയായിരുന്നു എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. സോ ഈ അപ്പാർട്ട്മെൻറ്റ് ഞാൻ ഇന്ന് കാലിയാക്കാൻ പോയി. അതാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഇവിടുത്തെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു ബൈ ഒക്കെ പറഞ്ഞിട്ടൊക്കെ കോഴിക്കോട് പോകണം. ഇനി പറയാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് തന്നെ വരികയാണെങ്കിലോ ചിലപ്പോൾ റാങ്കൊക്കെ വന്നിട്ട് കോഴിക്കോട് തന്നെ കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. കോഴിക്കോട് തന്നെ ആണെങ്കിൽ പിന്നെയും ബാക്ക് ടു കോഴിക്കോട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ അൺപ്രഡിക്റ്റബിളാണ്. റാങ്കിന് എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നതെന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. സോ ഇതാണ് വീഡിയോ. സോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഗായ്സ്. സോ എന്താ പറയുക, ഇവിടെ ആയിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ബാക്ക് ക്യാമറ കാട്ടേ പറഞ്ഞല്ലോ, ഇവിടെ ആയിരുന്നു ഗൈസ് എൻ്റെ പഠിത്തവും കാര്യങ്ങളും. ഈ ഒരു കോർണറിലായിരുന്നു ഞാൻ ഈ ഒരു റൂമിൽ ഈ ഒരു കോർണറിലായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ ലാസ്റ്റ് ഇയർ കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർനൂൺ അങ്ങോട്ട് നോക്കേണ്ട വേസ്റ്റ് എല്ലാം കൂടി മടക്കി വെച്ചിരിക്കുകയാണ്. സോ അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കുഞ്ഞ് അപ്പാർട്ട്മെൻറ്റ്, ഒരു 1 BHK അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇത്. ഞാൻ നേരത്തെ പുറത്ത് കാണിച്ചു തന്നതുപോലെ തന്നെ ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അയ്യോ കാണുന്നില്ല, ഇരുട്ടായി. അപ്പോൾ അങ്ങനെ എന്തായാലും ഇനി ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. ഇതാണ് ഇനി നെക്സ്റ്റ് പരിപാടി. എന്നിട്ട് ബാക്കി ബുക്സും കാര്യങ്ങളും ഈ അപ്പാർട്ട്മെൻ്റ് എല്ലാം ഒന്ന് എന്താ പറയുക പഴയതുപോലെ ആക്കുക. എന്താ അല്ലേ, കുറേയൊക്കെ അടുക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇതിലോട്ടൊക്കെ ആക്കണം. ഇത്രയും നാൾ ഞാൻ ഇവിടെ ആയിരുന്നു നിന്നത്, ഈ അപ്പാർട്ട്മെൻറ്റിൽ. യെസ്. സോ നമുക്കിതിലൂടെ നമ്മുടെ റൂമിലേക്ക് പോവാം. So this is the room. അയ്യോ കീ ആണല്ല, ഒരു സെക്കൻഡ്. സോ ഇവിടെ ആയിരുന്നു ഗൈസ് എൻ്റെ 2.5 വർഷം അടുപ്പിച്ചിട്ടുള്ള എൻ്റെ എൻട്രൻസ് ജീവിതം. 1 വർഷം ഞാൻ വേറൊരു വീട്ടിലായിരുന്നു. സോ അങ്ങനെ അപ്പോൾ നമ്മൾ കുറച്ച് ബുക്കൊക്കെ ഈ ട്രോളിക്കുള്ളിലേക്ക് അകത്താക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഡ്രസ്സൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഡ്രസ്സ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ ഡ്രസ്സെല്ലാം കൂടി ഇതേ അടുക്കാനായിട്ട് എല്ലാം ഈ ബെഡിലേക്ക് വാരി വലിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് അവൻ അത് കുറച്ചൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യണുണ്ട്, പക്ഷേ ഞാൻ തന്നെ വേണം എല്ലാത്തിനും. സോ അങ്ങനെ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി എന്താ പറയുക ഇത് ആ കാണുന്ന ട്രോളിക്കുള്ളിലേക്ക് ആക്കണം. അതാണ് ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി എന്താ പറയുക ഇതെല്ലാം കൂടി ഒന്ന് അടുക്കിയിട്ടേക്ക് വരാം.
ഓക്കെ. അടിക്ക് തളരുകയാണല്ലോടാ. ഇപ്പോൾ അടുക്കി വെച്ചിരിക്കുന്നത് ഈ ഡ്രസ്സ് എല്ലാം കൂടി ഇതിൽ കൊള്ളുമായിരിക്കും അല്ലേ, ഈ ട്രോളിക്കുള്ളിൽ കൊള്ളും അല്ലേ. ഇനി എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ മാറ്റണം. അപ്പോൾ ഇനി ഇതെല്ലാം അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം കൂടി ഈ ട്രോളിക്കുള്ളിലേക്ക് അത് സാഹസികമായിട്ട് കയറ്റിയിരിക്കുകയാണ്. പക്ഷേ കുറച്ച് സാധനങ്ങൾ ഈ ട്രോളി നമ്മൾ വിചാരിച്ചതിനും കയറിയില്ല. എന്താണ് അവിടെ തപ്പുന്നത്? അങ്ങനെ അപ്പോൾ ഈ ഒരു 3-4 അതിന് ബാഗിലോട്ടാക്കാം. അല്ല, ഈ ട്രോളിയിൽ ഒരു സൈഡും കൂടി ഒഴിഞ്ഞ് കിടപ്പുണ്ട്. ആക്കാം, കുഴപ്പമില്ല അല്ലേ. സോ ഇത് സെറ്റാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കൂട്ടിക്കെട്ടാം. സോ ഗൈസ്, നമ്മൾ രാവിലെ വൃത്തിയാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അതായത് റൂം ഒഴിക്കുന്നതിന് മുൻപേ ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. അല്ലേ അശു ആരുടെയൊക്കെയോ അണ്ടർവെയർ. സോ നമുക്ക് ഫസ്റ്റ് പോയി ഫുഡ് അടിക്കാം, അതും ബ്രേക്ക്ഫാസ്റ്റ്. നടന്ന് ക്ഷീണിച്ചതേ ഇല്ല. അംബികയിൽ എത്തിയിരിക്കുന്നു. ഇതാണ് അംബിക റെസ്റ്റോറൻറ്റ്, ഫാമിലി റെസ്റ്റോറൻറ്റ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയും. യെസ്. സോ ഇനി ഇത് ഫുള്ള് കാലിയാക്കി തരാം. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി അടച്ചോനെ നല്ല വെയിലുണ്ട്. ഹായ്. അയ്യോ, ഇനി പോയിട്ട് പരിപാടീസ് ബാക്കിയെല്ലാം പാക്ക് ചെയ്യണം. ഇതൊക്കെ തന്നെ പോയി പാക്ക് ചെയ്യാം. ട്രോളിയിൽ വൺ സൈഡ് ഞാൻ ബുക്സ് അടുക്കി വെച്ചെന്ന് പറഞ്ഞില്ല. എടാ ആ സൈഡൊന്ന് തുറക്ക്. ആ സൈഡിലും കൂടി. അയ്യോ എൻ്റെ ഓക്കെ. ആ സൈഡിൽ ഇനി കുറച്ച് സാധനങ്ങളും കൂടി വെക്കാണ്ട്. ഇവിടെ ഈ സൈഡ് ഓൾമോസ്റ്റ് ആയി. എൻ്റെ അതെടുത്തോ, സാധനം എടുത്തോ. ഇനി അടുത്ത് നമ്മൾ കുറേ നാൾ ഇവിടെ ഇരുന്ന സാധനം പറഞ്ഞത് മൈ ഡ്രീം സാധനം ഇതിലോട്ടാക്കി. ഇനി കുറച്ച് സാധനങ്ങളും കൂടി ഉള്ളു പാക്ക് ചെയ്യാനായിട്ട്. ഇത് ഇത്രയും കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഖലാസ്, കംപ്ലീറ്റ്ലി മൊത്തത്തിൽ തീർന്നു. വിദഗ്ധമായി നമ്മൾ ഈ ഒരു ഷെൽഫ് ഇരുന്ന ബുക്സും കാര്യങ്ങളും എല്ലാം തീർത്തിരിക്കണു. ഇനി ഈ ടേബിൾ കുറച്ചുകൂടി സാധനങ്ങൾ എഴുതിയാൽ ഈ ഒരു ഏരിയ ഫുൾ ക്ലീൻ അല്ലേ. പക്ഷെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആൻഡ് ഇതിനെ അങ്ങനെ ഇനി ഇതും കൂടി ഒന്ന് ക്ലീൻ ആക്കി. ഇതൊക്കെ ഏതിലോട്ട് എല്ലാം ഇത്രയും സാധനങ്ങളുണ്ട് ഗൈസ്. ഇത്രയും സാധനങ്ങൾ, അയ്യോ ഇത്രയും നോട്ട്സ് സാധനങ്ങളുണ്ട്. ഇത്രയും ആ ചുവരിൽ ഇരുന്നത് മൊത്തം ക്ലീൻ സെറ്റ്. ഓക്കെ, ഡൺ. അങ്ങനെ നമ്മുടെ വാൾ ഫുൾ ക്ലീനായി. ആ സ്റ്റിക്കി നോട്ട്സും എല്ലാം പോയപ്പോൾ ടോട്ടലി ക്ലീൻ. സോ നമ്മളിവിടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലാം എന്താ പറയുക, പാക്കിങ്ങും റൂമും കാര്യങ്ങളൊക്കെ സെറ്റായി. അതെനിക്ക് കുറച്ച് കൊണ്ടുപോകാനുള്ള ബാഗ് വയ്ക്കേണ്ട കുറച്ച് തിങ്സ് മാത്രമായിട്ട് വെച്ചേക്കുന്നതാണ്. അതായത് ഇവിടെ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. കൊണ്ടുപോകേണ്ട 2 ട്രോളി, 2 ബാഗ്, പിന്നെ ഇത് ഞാൻ വിചാരിച്ചു കൊറിയർ അയക്കാനായിരിക്കും സാധനമാണത്. സോ അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ടില്ല ഇതുവരെ. രാവിലെ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങിയ പണിയായിരുന്നു ഇതൊക്കെ. ഓക്കെ, ഇനി ഡ്രസ്സ് ഉണ്ട്. ഡ്രസ്സ് ഞാൻ ആക്ച്വലി ഇന്നലെ കുറച്ച് പാക്ക് ചെയ്ത വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്രസ്സ് പാക്ക് ചെയ്യും. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് വരാം. ലഞ്ച് കഴിക്കാൻ പോകല്ലേ മിസ്റ്റർ? അതെ. ഓക്കെ, ഇനി സ്ഥിരം നമ്മൾ ലഞ്ച് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ സ്ഥലത്ത് തന്നെ ലഞ്ചും കഴിക്കാൻ പോവാണ്. പോയിട്ടൊക്കെ ഒന്ന് ഫ്രഷ് ആവുന്നുണ്ട്. ഫുള്ള് ക്ലീൻ ചെയ്ത് ബോറായിട്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വേണം ലഞ്ച് കഴിക്കുമ്പോൾ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, എൻ്റെ ബിരിയാണി ഇവിടെ എത്തിയില്ല. ഓനവിടെ ബിരിയാണി തീരാറായി. എൻ്റെ ഹാഫ് ബിരിയാണി ഇതുവരെ എത്തിയില്ലല്ലോ. ഞാനൊരു ഹാഫ് ബിരിയാണി കഴിക്കോട്ടെ, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ളൂ. ഷോൺ ഫുൾ എടുത്തിട്ടുണ്ട്. അവന് നല്ല കപ്പാസിറ്റിയാണ്. എടുക്കാൻ എൻ്റെ ബിരിയാണി എത്തിയിരിക്കുന്നു. അപ്പോൾ അവൻ പെപ്സി 7up ഒഴിക്കുന്ന കഷ്ടപ്പാട് നോക്കണേ. ഇന്നെങ്ങനെ ഒഴിച്ച് കഴിയുമോ? വീഡിയോ ലാഗാകുന്നുണ്ടെങ്കിൽ എവനെ അടിച്ചാൽ ഗൈസ് എല്ലാവരും കൂടി. ഓക്കെ, ഇത് നമ്മളെ ഞാൻ അകത്താക്കിയിട്ട് വരാം.
യെസ്, മിഠായി തെരുവിലേക്ക് പോവാണ്. മിഠായി തെരുവിൽ നിന്ന് ബീച്ചിലേക്ക്. മിഠായി തെരുവിൽ പോവാണ് ഗായ്സ്. അത് കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് പോവാണ് ഗായ്സ്. വ്ളോഗാ? അതെ, വ്ളോഗാ. ഹലോ ഗായ്സ്. നമ്മുടെ താഴത്തെ ഫ്ലോറിൽ അധിവസിക്കുന്ന കുറച്ച് ആൾക്കാർ. ഇതേ അടുത്ത ആൾ വരുന്നുണ്ട്. അതല്ലേ അതല്ലേ ഗായ്സ്, നമ്മളിപ്പോൾ എവിടെയാണ്? കോഴിക്കോട് ബീച്ച്. ഈ ഫേമസ് ആവും. ഇത് നമ്മുടെ കോഴിക്കോട്. നമ്മൾ കോഴിക്കോട് ബീച്ചിലെ തീരങ്ങളിലൂടെ എന്താ പറയണേ? കടൽ തീര. നമ്മൾ ഐശ്വര്യത കഴിക്കാം. അത് ഉരച്ച് കഴിഞ്ഞല്ലേ? ഓക്കെ, എടാ ഓരോരുത്തരും ഇത് വാങ്ങിക്കോ. എല്ലുമക്കായി ഒരു ബൂസ്റ്റ്, ഒരു ഹാഫ്. ആഫ്റ്റർ പാക്കിംഗ്. അതെ അതെ, ആഫ്റ്റർ പാക്കിംഗ് നമ്മൾ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. എന്താണ് ഇതൊക്കെ? ദോശയുണ്ട്, എഗ് ഉണ്ട്, ഇവൻ കടായി ചിക്കനൊക്കെയാണ് കേട്ടോ. ഇതിനൊരു 10 GB നെറ്റ് കയറ്റി കൊടുക്കും. പോവാനായോ? 10 GB നെറ്റ് കയറ്റി കൊടുക്കും. എന്തൊരു ഗൈസ്, നമ്മൾ എവിടെയാണിപ്പോ? എവിടെയാണ്? തട്ടുകടയിലാണ് ഗൈസ്. കോഴിക്കോടൻ തട്ടുകട. എന്തായാലും ഇവിടെ നിന്ന് പോവല്ലേ, ഇവിടുത്തെ ഫുഡ് ലാസ്റ്റ് ഒന്ന് കഴിച്ചിട്ടൊക്കെ പോവാന്ന് കരുതി ഗൈസ്. യെസ്, ഇവിടെ ദോശയും കടായി ചിക്കൻ എന്തൊക്കെയോ വെച്ച് തട്ടുന്നുണ്ട്. അവനിവിടെ മാക്കറോണീസ് തട്ടുന്നുണ്ട്. അവൻ അവിടെ ദോശ, അടുത്ത സാധനങ്ങൾ, ഷാലു, എല്ലാവരും ഓരോരോരോരോരോ വെറൈറ്റീസാണ് അല്ലേ ഗൈസ്? എനിക്ക് എൻ്റെ സാധനം കിട്ടി. ഓഫ്, ചിക്കൻ്റെ സ്നേഹം ഉണ്ടോ? ഇതെല്ലായിടത്തും ഞാനും മാക്കറോണി. എന്താ ബ്ലോഗ്? എൻ്റെ റൂം ഫുള്ള് ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. ഫുൾ കാലിയായി. നോക്ക്, ഫുൾ കാലിയായി. മറ്റേത് ആ വീടിൻ്റെ തുടക്കത്തിൽ ഇരുന്ന റൂമേ അല്ല ഇത്. സോ ഇവിടുത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ ഇവിടെ ഇറങ്ങാൻ പോവാണ്. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് മൊമെൻറ്റ്. യാ, ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് എത്താറായി എന്നല്ല, ട്രിവാൻഡ്രല്ല, ആറ്റിങ്ങൽ, നമ്മുടെ സ്ഥലമായ ആറ്റിങ്ങൽ എത്തുന്നു. ഞാൻ ബസ്സിലാണ്, സ്ലീപ്പർ ബസ്സിലായിരുന്നു. സോ യാ, ഇപ്പോൾ ആറ്റിങ്ങൽ എത്താറായി. കല്ലമ്പലം കഴിഞ്ഞു. ഞാനും സോ അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ എന്തെങ്കിലും? എനിക്കൊന്നും കാണുന്നില്ല. എന്നാൽ അയ്യോ, നല്ലൊരു ഉറക്കം ഉറങ്ങി അല്ലേ? അതേ കോൾഡായിട്ട് ചാട്. അങ്ങനെ ഈ 2 ബാഗ് ബാക്കിയൊക്കെ ഡിക്കിച്ചുള്ളിൽ പോയി. ഞാൻ ഉറക്കം എണീറ്റ കോലാണ്, നിങ്ങൾ കണ്ട് പേടിക്കരുത്. എന്തായാലും നമ്മൾ എത്താറായി. ഏതായാലും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ആറ്റിങ്ങലെത്തുന്നതായിരിക്കും. സോ എത്തിയിട്ട് കാണാം. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് വീട്ടിലെത്തിയിരിക്കുന്നു. അയ്യോ,
കുറേ ഇനി എല്ലാം എൻ്റെ റൂമിൽ വീടൊക്കെ കിടക്കുന്ന ആളില്ലാത്തതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഫ്രണ്ടൊക്കെ ഒക്കെ ഫുള്ള് അലമ്പായി കിടക്കുക. ഇനി ഇവിടെ എനിക്കൊരു ദിവസത്തെ സേവനഭാരം ഉണ്ട് അല്ലേ? ലൈറ്റ് ഇടും അവിടുത്തെ അത് തന്നെ. സോ എൻ്റെ റൂം ഞാൻ തുറക്കാൻ പോവുകയാണ് ആഫ്റ്റർ എ ലോങ് ടൈം. ഇതെല്ലാം കൂടി ഇനി കുത്തി ഇറക്കണം. ഇനി കീ എവിടെ ഞാൻ തപ്പണം. കീ തപ്പട്ടെ. ഇതെന്താ? അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കാരണം ഒരു പാക്കപ്പ് വീഡിയോ എടുക്കണം എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഒരു തീം, അല്ലെങ്കിൽ എന്താ ഒരു കണ്ടൻറ്റ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കോഴിക്കോട് നിന്ന് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് വിട്ടു, നല്ല വിഷമമുണ്ട്. അവിടുത്തെ എല്ലാവരെയും വിട്ട് വന്നപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സ് എല്ലാവരും ഓക്കെ. സോ അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം ചെക്കൻ ഇവിടെ ലഗേജൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്തിട്ട് ഞാൻ എന്തായാലും അപ്കമിങ് വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. കാരണം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ ബൈ.